ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ചെറിയവൻ, വിനയമുള്ളവൻ. 1 ശമൂവേൽ 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വചനം. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. ഭൂതലങ്ങൾ യഹോവയ്ക്കുള്ളവ, ഭൂമണ്ഡലത്തെ അവയുടെ മേൽ വെച്ചിരിക്കുന്നു. 1 ശമൂവേൽ 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ ഹന്നയുടെ പ്രാർത്ഥന, അതായത് കഷ്ടങ്ങൾ. അതിൽ വളരെ പ്രധാനമുള്ളത് ദരിദ്രൻ, അഗതി എന്ന സത്യങ്ങളാണ്. നാം ദരിദ്രർ, അഗതിയാണ് എന്ന സ്ഥാനത്തിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് സിംഹാസനത്തെ സ്വതന്ത്രമാക്കുവാൻ പറ്റുകയുള്ളൂ. ഇത് ശമൂവേലിനെ കുറിച്ച് അമ്മയായ ഹന്ന പറഞ്ഞ സത്യങ്ങൾ. 1 ശമൂവേൽ 1:22 ശിശുവിന്റെ മുലകുടി മാറിയതിനു ശേഷം അവൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവിടെ എന്നും പാർക്കേണ്ടതിന് ഞാൻ അവനെയും കൊണ്ടുപോരാം എന്നു പറഞ്ഞു. ഇത് ഹന്നയുടെ സമർപ്പണമാണ്. അത് 1 ശമൂവേലിന്റെ പുസ്തകം 1:28 നിറവേറുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു, അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. ഏലി പുരോഹിതന്റെ പുത്രന്മാർ ബേലിയാളിന്റെ മക്കളായിരുന്നു. അവർ യഹോവയെ ഓർക്കാത്തവർ എന്ന് 1 ശമൂവേൽ 2:12 എഴുതപ്പെട്ടിട്ടുണ്ട്. ഏലിയുടെ പുത്രന്മാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതായി 1 ശമൂവേലിന്റെ 2:17 എഴുതപ്പെട്ടിട്ടുണ്ട്. ദൈവജനങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പോകാൻ ഏലിയുടെ മക്കൾ തടസ്സമായിരുന്നു എന്ന് നമുക്കിവിടെ കാണാം. ഈ സാഹചര്യങ്ങളിൽ ഒന്നും ഒരു എതിർപ്പായി കാണാതെ തന്റെ മകനെ ഏലിയുടെ കയ്യിൽ സമർപ്പിക്കുന്നതായി നമുക്ക് കാണാം. ശമൂവേൽ ഏലിയുടെ മുമ്പും ദൈവത്തിനു മുമ്പും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. 1 ശമൂവേൽ 2:11 ശമൂവേൽ പുരോഹിതനായ ഏലിയുടെ മുമ്പിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു എന്നും 1 ശമൂവേൽ 2:18 ശമൂവേൽ എന്ന ബാലനോ പഞ്ഞുനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോന്നു എന്നും എഴുതിയിട്ടുണ്ട്. സംഖ്യാപുസ്തകം 12:7 എന്റെ ദാസനായ മോശയോ അവൻ എന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു എന്നെഴുതിയിരിക്കുന്നു. എബ്രയർ 3:2 മോശെ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ഇവിടെ ശമൂവേൽ ദൈവത്തിന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. 1 ശമൂവേൽ 3:19 എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. 1 ശമൂവേൽ 3:20 ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രയേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നാം കാണുന്ന ശമൂവേലിന്റെ ഉയർച്ച, മേന്മ എന്നത് ഹന്നയുടെ പ്രാർത്ഥനയാണ്. അത് ചെറിയവൻ, അഗതി എന്ന സ്ഥാനത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇവിടെ ശമൂവേലിന്റെ മേന്മ അല്ലെങ്കിൽ ഉയർച്ച എന്ന വാക്ക് 2 ശമൂവേലിന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 1 ഔന്നത്യം പ്രാപിച്ച പുരുഷൻ എന്ന് ദാവീദ് തന്നെ കുറിച്ച് പറഞ്ഞ വാക്കുകളോട് ഇണയുന്നു. ദാവീദ് തന്നെ പല സ്ഥലങ്ങളിൽ ഞാൻ ചെറിയവൻ, വിനയമുള്ളവൻ എന്ന് പറയുന്നുണ്ട്. ആദ്യമായി അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു എന്നത് മണ്ണിൽ നിന്ന്, പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി എന്നതിനെ കാണിക്കുന്നു. ഇതിനെ ഉൽപ്പത്തി പുസ്തകം 2:7 വചനത്തിൽ കാണാം. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യർ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യർ തന്നെ പൊടി, ദരിദ്രൻ എന്ന് എപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കണം. എന്റെ പിതാവ് എന്നിലും വലിയവൻ എന്ന് യോഹന്നാൻ 14:28 എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ എന്ന് യോഹന്നാൻ 10:29 യേശു തന്നെ വായിനാൽ പറയുന്നു. ഫിലിപ്പർ 2:6-7 വചനങ്ങളിൽ പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല എന്ന് യേശു പറഞ്ഞിരുന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി. തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. എന്റെ പിതാവ് എന്നിലും വലിയവൻ, എന്നാൽ ഇവർ ചെറിയവൻ എന്നാണ് അർത്ഥം. 1 കൊരിന്ത്യർ 15:47 ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ എന്ന് എഴുതിയിരിക്കുന്നു. അഗതിയിൽ നിന്ന് എടുത്ത മനുഷ്യനെ ചെറിയവൻ എന്ന് നമുക്ക് കാണാം. ദൈവത്തോടുള്ള സമത്വം എന്ന സ്ഥാനത്തെ മുറുകെ പിടിക്കാതെ മനുഷ്യനായ ഇവനും എന്റെ പിതാവ് എന്നിലും വലിയവൻ എന്ന് തന്റെ പിതാവിന്റെ മുമ്പിൽ ചെറിയവനാകുന്നു. ദൈവം മനുഷ്യനായി എന്നത് ആശ്ചര്യത്തിലും ആശ്ചര്യം.
ദൈവം മാംസത്തിൽ വെളിപ്പെട്ടു എന്നത് പരിശോധനയിൽ പരിശോധന. മനുഷ്യൻ തന്നെ ചെറിയവൻ എന്ന് എണ്ണുന്ന സ്ഥാനത്തിൽ എപ്പോഴും ഇരിക്കണം. ആദിമ മനുഷ്യന്റെ ജീവിതത്തിൽ പാമ്പ് ഹവ്വയെ വഞ്ചിത്ത സ്ഥാനത്തിൽ ഇവർ തങ്ങളെ ചെറിയവൻ എന്ന സ്ഥാനത്തെ നഷ്ടമാക്കിയതായി നമുക്ക് കാണാം. നിത്യദൈവം എന്നത് യാക്കോബിനോട് ഇണഞ്ഞത്. ആവർത്തന പുസ്തകം 33:27 പുരാതനനായ ദൈവം നിന്റെ സങ്കേതം എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ യാക്കോബിനെ യോഹന്നാൻ 4:12 ശമര്യ സ്ത്രീ വലിയവൻ എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നു. യാക്കോബിനേക്കാൾ നീ വലിയവനോ? എല്ലാ ഇസ്രയേൽ ജനങ്ങളും യാക്കോബിനെ വലിയവൻ എന്ന സ്ഥാനത്തിലാണ് കണ്ടുവരുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 17:4 അന്നാളിൽ യാക്കോബിന്റെ മഹത്വം ക്ഷയിക്കും, അവന്റെ ദേഹപുഷ്ടി മെലിഞ്ഞു പോകും എന്ന് എഴുതിയിരിക്കുന്നു. യാക്കോബിനെ വലിയവൻ എന്ന് മറ്റുള്ളവർ പറയുന്നത് ആ വലിയവൻ എന്ന വാക്കിനെ തകർക്കുന്നത് പോലെയാണ് ഇവിടെ യെശയ്യാവ് 17:4 കാണുന്നത്. ആമോസ് 7:2 യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും, അവൻ ചെറിയവനല്ലോ എന്നെഴുതിയിരിക്കുന്നു. മനുഷ്യൻ തന്നെ ചെറിയവൻ എന്ന സ്ഥാനത്തിൽ നിൽക്കാത്തതിനാൽ അവൻ നഷ്ടപ്പെട്ടതുപോലെ യാക്കോബിനെ മറ്റുള്ളവർ വലിയവൻ എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ ആണ്. തകർക്കപ്പെട്ടതായ സ്ഥാനത്തിൽ നാം ഇല്ലാതെ നാം എപ്പോഴും ചെറിയവൻ എന്ന സ്ഥാനത്തിൽ നമ്മളെ വയ്ക്കുന്നതാണ് നമുക്ക് നല്ലത്. റോമർ 11:26 അവൻ യാക്കോബിന്റെ അഭക്തിയെ എന്നെഴുതിയിട്ടുണ്ട്. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും എന്ന് നമുക്ക് കാണാം. ലൂക്കോസ് 1:32-33 വചനങ്ങളിൽ അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകിയില്ല എന്ന് എഴുതിയിട്ടുണ്ട്. എന്റെ പിതാവ് എന്നിലും വലിയവൻ എന്ന സ്ഥാനത്തിൽ യേശു തന്നെ വെളിപ്പെടുത്തിയതുകൊണ്ട് അവരെ എല്ലാറ്റിനും മേലായി ഉയർത്തി അവനെ വലിയവനാക്കുന്നു എന്ന് ഫിലിപ്പിയർ 2:9 എഴുതപ്പെട്ടിരിക്കുന്നു. യേശു ദൈവാലയത്തിലും വലിയവൻ, ശലോമോനിലും വലിയവൻ, യോനയിലും വലിയവൻ, യാക്കോബിലും വലിയവൻ. മനുഷ്യരായ നാം ചെറിയവൻ എന്ന സ്ഥാനത്തിൽ നമ്മളെ വെച്ചാൽ ദൈവത്തിന് സമമായത് നമുക്ക് ലഭിക്കും. 1 യോഹന്നാൻ 3:2 അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. രണ്ടാമതായി അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. അഗതി എന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് ഗിരിപ്രഭാഷണത്തിൽ യേശു പറയുന്നു. മത്തായി 5:3 കുപ്പ എന്നത് നാം ബലിയായി കുപ്പയാക്കുന്നതിനെ കാട്ടും. ഫിലിപ്പിയർ 3:11 ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നും എണ്ണുന്നു എന്ന് പൗലോസ് പറയുന്നു. ഈ കുപ്പ എന്ന സ്ഥാനത്തിൽ നാം വന്നാലേ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. പഴയ നിയമത്തിൽ യാഗത്തിനു ശേഷം കുപ്പകളെ, അതായത് ചാരത്തിനെ നമുക്ക് കാണാം. റോമർ 12:1-2 വചനങ്ങളിൽ യാഗമായി സമർപ്പിച്ച സ്ഥാനത്തിൽ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്നെഴുതിയിട്ടുണ്ട്. എന്തായാലും നാം ചെറിയവൻ എന്ന സ്ഥാനത്തിൽ നാം കാത്തുകൊണ്ട് അഗതി എന്ന സ്ഥാനത്തിൽ നാം ചാരമായി കുപ്പയാക്കി ഉയർത്തെഴുന്നേൽപ്പിനെ പ്രാപിക്കാം. 1 ശമൂവേൽ 7:15 ശമൂവേൽ ജീവപര്യന്തം ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തതുപോലെ നാം ജീവനോടിരിക്കുന്ന നാളെല്ലാം ചെറിയവൻ എന്നും അഗതി എന്നും നമ്മെ സൂക്ഷിച്ച് നീതിയെ പ്രാപിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.